ആ വിഭാഗത്തെ കടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗായികയാണ് പുഷ്പാവതി. അപ്പം പെട്ടെന്ന് ആ ഒരു ഗായിക പൊള്ളി, ആ ഒരു ഗായിക എന്തായാലും പൊള്ളണമല്ലോ, ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ആത്മാർത്ഥ്യമുള്ള ഒരു കലാകാരി എന്നുള്ള നിലയ്ക്ക് കൊള്ളും എന്തായാലും. അപ്പോൾ എന്തായാലും ആ ഒരു വിഷയം അങ്ങനെയാണ്. അപ്പോൾ പ്രതികരിച്ചു. അതൊക്കെ ഭയങ്കര ഇപ്പോൾ വലിയ ടോപ്പിക്കായിട്ട് സംസാര വിഷയമായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയൊക്കെ കേരളം മൊത്തം സംസാര വിഷയമാണ്. അത് നടന്നത് നല്ല കാര്യം കേട്ടോ. അപ്പോൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു സിനിമാ മേഖലയിൽ നമുക്കറിയാമല്ലോ 95% പേര്, അല്ലെങ്കിൽ 98% ആയിക്കോട്ടെ, 98% പേരും അത്യാവശ്യം നല്ല പൈസയുള്ള അല്ലെങ്കിൽ പ്രബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമാ മേഖല എന്ന് പറഞ്ഞാൽ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികം ഉള്ളവനെ അത് ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന കമ്മ്യൂണിറ്റി അവർക്കാണ് കൂടുതലായിട്ട്, അതുകൊണ്ട് അവർ തന്നെയാണ് ഇൻവോൾവ് കൂടുതൽ അവരുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ താഴെ തട്ടിൽ ഇരിക്കുന്നവർക്ക് സിനിമയിൽ ഇഷ്ടമാണെങ്കിലും ഈ ദളിത് അല്ലെങ്കിൽ പിന്നോക്ക ആയിട്ടുള്ള സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ നന്നായിട്ട് അഭിനയിക്കുന്ന ആളുകളെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നന്നായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന, അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമയിൽ പെർഫോം ചെയ്യുന്ന ആളുകളെക്കാളും നല്ല കഴിവുള്ളവരായിരിക്കും ഒരു പക്ഷേ പിന്നോക്ക ജാതിയിലും ദളിതരിലൊക്കെ ഉള്ളത്. അവർക്ക് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറി ചെല്ലാനുള്ള ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു വഴി ഒരിക്കലും തുറന്നിട്ടില്ല. കാരണം അതൊരു സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു കലാ മേഖലയാണ് സിനിമ. അപ്പം അതിനൊരു സഹായത്തിനാണ് ഈ പറയുന്ന ഒരു 1.5 കോടി കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റി കേരളം ഒട്ടാകെയുള്ള മലയാളികൾക്ക് അറിയാനും സംസാരിക്കാനും കിട്ടിയ ഒരു അവസരം പുഷ്പാവതി അത് പ്രതികരിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് അതിന് തോന്നിയത്. കാരണം അങ്ങനെ ഒരു സംസാര വിഷയം കേരളത്തിലുണ്ടായല്ലോ. അപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുക, കടൂർ ഗോപാലകൃഷ്ണൻ സാർ എന്ന അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേദിയിൽ പറഞ്ഞത് ശരിയായില്ല, അതൊക്കെ ഒരു മറ്റൊരു വശമാണ്. പക്ഷേ ഇതൊരു സംസാര വിഷയമായി. ഇത് കറക്റ്റായിട്ടൊരു സംസാര വിഷയം തന്നെയാണ്. എല്ലാവരും കാണുന്നു, സിനിമ എല്ലാവരും കാണുന്നതാണല്ലോ. ഇപ്പോൾ ദളിതരോ പിന്നോക്കരോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സാമ്പത്തികം ഉള്ളവനും ഇല്ലാത്തവനെല്ലാം ഒരേപോലെ കണ്ട് ആസ്വദിക്കുന്നതാണ്. എല്ലാ ടി വിയിലായാലും തിയേറ്ററിലായാലും ഇതൊക്കെ എല്ലാവരും കാണുന്നതാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാവരും തന്നെ ചെയ്യട്ടെ. അതിനുള്ളൊരു വഴിയായിട്ടാണ് എനിക്ക് ഇത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു മലയാള സിനിമയെക്കുറിച്ചുള്ള ഇങ്ങനെ ഒരു പുഷ്പാവതി അടൂർ ഗോപാലകൃഷ്ണൻ എന്നുള്ള അദ്ദേഹത്തിനെ പ്രതികരിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻറ്റിലിടുക. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ടാ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതാണ് അധികം നമ്മളിത് വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ ബൈ.